UDays പ്ലസ്സിൽ ടീച്ചേഴ്സ് മൊഡ്യൂൾ എങ്ങനെ ചെയ്യുക എന്നതാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ പറഞ്ഞു തരുന്നത്. ശ്രദ്ധിക്കുക. നമുക്ക് ആദ്യം ക്രോമിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, UDays പ്ലസ് സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഗൂഗിളിൽ പോയിട്ട് നമുക്ക് UDays അടിക്കുമ്പോൾ നമ്മൾ UDaysൻ്റെ ടീച്ചേഴ്സ് മൊഡ്യൂൾ എന്ന് കാണാം, അല്ലെങ്കിൽ മുഴുവനായിട്ട് അടിച്ചു കൊടുക്കാം. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ആ ടീച്ചേഴ്സ് മൊഡ്യൂൾ നമ്മൾ എടുത്താൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസാണ് കിട്ടുക. ഇതിൽ നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ലോഗിൻ പേജ് വരും. ലോഗിൻ പേജ് വരുമ്പോൾ നമ്മൾ സ്കൂളിൻ്റെ UDays കോഡായിരിക്കും അതിൻ്റെ യൂസർ നെയിം. നമ്മൾ സെറ്റ് ചെയ്ത പാസ്വേഡ് ഉണ്ടായിരിക്കും. അത് ഞാൻ എൻ്റെ മൊബൈൽ ലാപ്പിൽ സേവ്ഡ് ആയതുകൊണ്ട് നേരെ വന്നതാണ്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ പാസ്വേഡ് അതാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം നിങ്ങൾ 500 ക്യാപ്ച അടിക്കണം. 549D 4F ലോഗിൻ ചെയ്യാം. ലോഗിൻ ചെയ്ത ഇതുപോലത്തുള്ള ഇൻ്റർഫേസാണ് കിട്ടുക. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് അത് സ്കൂളിൻ്റെ ഇൻ്റർഫേസാണ് കിട്ടുക. നമ്മളിവിടെ ക്ലിക്ക് ചെയ്യാം. ഓപ്പൺ. ഇവിടെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കിട്ടും. ഇപ്പം ടീച്ചർ ഇമ്പോർട്ട് ചെയ്യാം, ടീച്ചറെ ഗ്ലോബൽ സെർച്ച് ചെയ്യാം. ഒരുപാട് ഓപ്ഷൻസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ട്. ഇവിടെ നമ്മളെ സ്കൂളിൻ്റെ സ്റ്റാഫിനെ പറ്റി റെഗുലർ ടീച്ചർ സ്റ്റാഫ് 15, നോൺ റെഗുലർ 2, അപ്പം 17. ഇതിലിപ്പോൾ നമുക്ക് ചില അധ്യാപകർ ഇപ്രാവശ്യം കൂട്ടിച്ചേർക്കാനുണ്ടാവും. അത് ആഡ് ന്യൂ ടീച്ചർ എന്നുള്ള ഓപ്ഷനിൽ പോയി അത് നമുക്ക് കൂട്ടിച്ചേർക്കാം. ചില അധ്യാപകരെ നമുക്ക് ഒഴിവാക്കേണ്ട. ആഡ് ന്യൂവിൽ പോയാൽ നമുക്ക് ഇങ്ങനെ ഓരോ ടീച്ചറുടെയും ഓരോ കാര്യങ്ങൾ, നെയിം, പിന്നെ ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത് തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതിൽ ഡേറ്റ് ഓഫ് ബർത്ത്, അതുപോലെ തന്നെ ടീച്ചറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും കഴിഞ്ഞ് സേവ് നെക്സ്റ്റ് അടിച്ച് പോയിട്ടാണ് നമ്മൾ ടീച്ചേഴ്സ് മൊഡ്യൂളിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവരെ ആഡ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇത് തന്നെ പോയി. ഇപ്പം പിന്നെ നമ്മൾ ചില ടീച്ചർമാർ പിന്നെ ഡെലിവറി വന്ന ടീച്ചർമാർ ആഡ് കഴിഞ്ഞ വർഷം ഉണ്ടാവും, വർഷം ഉണ്ടാവും. അപ്പോൾ നമുക്ക് അവരെ ഒഴിവാക്കാനുള്ള ഇത് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ നമ്മൾ ടോട്ടൽ ടീച്ചർ 16 നമ്മുടെ സ്കൂളിൽ. ആ 16 ആളെ നമ്മൾ 17. അപ്പോൾ നമ്മൾ ഒരാൾ ചെയ്ത് നോക്കുക. പ്രാപ്തരാക്കുന്ന ആൾ 3 പ്രൊഫൈൽസ് ഉണ്ട്. ജനറൽ പ്രൊഫൈല്, പിന്നെ അപ്പോയിൻമെൻറ്റ് ആൻഡ് ടീച്ചിങ് പ്രൊഫൈല്, ട്രെയിനിങ് ആൻഡ് അതർ ഡ്രാഫ്റ്റ്. ഇതിൽ ജനറൽ പ്രൊഫൈൽ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ കളർ എന്ന് വരുന്നു പച്ച കളറിൽ വന്നിട്ടുണ്ട്. ആ ചെയ്ത് തീർക്കുമ്പോൾ ഈ 3 പച്ച കളറായിട്ട് നമുക്ക് പിന്നെ അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് എന്ന് വരും, അവിടെ വ്യൂ വരും, ഇതൊക്കെ ക്ലിയർ ആയിട്ട് വരും നമുക്ക് കേട്ടോ. ഇനി ഇവർ ലെഫ്റ്റ് നമ്മൾ ഇയാൾ സ്കൂളിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ലെഫ്റ്റ് അടിച്ചു കൊടുത്താൽ ഈ സ്കൂളിൽ നിന്ന് പോയതായിട്ടും രേഖപ്പെടുത്തും. ഓക്കെ. പോകുന്ന പ്രാഥമികമായ സ്റ്റേറ്റിന് ഉത്തരവാദിത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അതേസമയം നിങ്ങൾ പറഞ്ഞ ഈ ഒരു സാംസ്കാരികമായ ഇടത്തിൽ നിന്നുകൊണ്ട് ചിന്തിച്ചാൽ ഈ ഇന്ത്യ ചരിത്രത്തിൽ ഇത് ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ള. അത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഓരോ ചോദ്യങ്ങളുണ്ട്. വെദർ ദ ട്രെയിൻ ഇൻ ദ സേഫ്റ്റി ആൻഡ് ഒക്കെ എസ് അടിച്ചു കൊടുത്താൽ മതി. എസ്, നോ അടിച്ചു കൊടുക്കുക. ഒക്കെ നമ്മൾ ഓരോ അധ്യാപകൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഇതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തു. അപ്പം എല്ലാം എന്തോ ഒന്ന് ഫീൽഡ് മിസ്സിങ് ആയിട്ടുണ്ട്. ആ മിസ്സിങ്ങുള്ള ഇത് കണ്ടുപിടിച്ച് ഇവിടെ റിക്വയർഡാണ്. ഇഫ് യെസ് ഇയർ ഓഫ് ക്വാളിഫൈഡ്. ഇവിടെ നമ്മൾ ഏതോ യെസ് ചെയ്തിട്ടുണ്ട്. ഏതാണ്? വെദർ ദ ടീച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വാളിഫൈഡ്, നോ. അപ്പം ഇവിടെ റെക്കോർഡ് ചെയ്ത യെസ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നോക്കുകയാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഇവിടെ ഈ 33.2.30 വെദർ ദ ടീച്ചർ ഈസ്
CTET STET ക്വാളിഫൈഡ് എന്ന് എഴുതി കഴിഞ്ഞാൽ ആ വർഷം എഴുതണം. അപ്പോൾ നമ്മൾ ആ എസ് എഴുതിയാൽ അവിടെ വർഷം എഴുതുക നിർബന്ധമാണ്. അപ്പോൾ നോ എഴുതിയിട്ടുണ്ട്, ഞാൻ നോ ആണ്. എസ് എഴുതിയാൽ വർഷം എഴുതുക. അപ്പോൾ അങ്ങനെ അപ്ഡേറ്റ് കൊടുക്കുക. അപ്പോൾ കഴിഞ്ഞ്. അപ്പോൾ ഈ അധ്യാപകൻ നമ്മൾ കാണണ്ടല്ലോ, ഈ അധ്യാപകൻ്റെ മുഴുവൻ എന്തായി കംപ്ലീറ്റഡ് എന്ന ഇത് വന്നു അല്ലേ. അപ്പോൾ നമ്മൾ വ്യൂ എടുത്താൽ ആ അധ്യാപകൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും, ഓരോ കാര്യങ്ങളിലും കാണാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് നമ്മൾ ഈ ടീച്ചേഴ്സ് മൊഡ്യൂളിൽ ചെയ്യേണ്ടത്. ഓക്കെ, ഇനിയിപ്പോൾ ആ ഒരു ഏതെങ്കിലും അധ്യാപകൻ ലെഫ്റ്റാണ്, ഇതിൽ ഒരു അധ്യാപകൻ ലെഫ്റ്റ് ആണെങ്കിൽ ലെഫ്റ്റ് അടിച്ചാൽ മതി, ആ അധ്യാപകൻ്റെ അടുത്ത് പോയിട്ട് ലെഫ്റ്റ് അടിച്ചാൽ മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്യാം.